ഇന്നത്തെ ക്ലാസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസുകളെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ കാലത്ത് നടന്ന പ്രവൃത്തിയെ പറയുന്ന സമയവുമായി ബന്ധപ്പെടുത്തി പറയുവാനാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. പാസ്റ്റിൽ നടന്ന ഒരു പ്രവൃത്തിയെ പറയുന്ന സമയവുമായി ബന്ധപ്പെടുത്തി പറയുവാനാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഐ ഹാവ് വിസിറ്റഡ് ദ മ്യൂസിയം ട്വൈസ്. അതിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കാം. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിക്കിൾസ് ഓഫ് ദ വേർബ്. V3 ഫോമാണ് വരിക. എക്സാമ്പിൾസ് നോക്കാം. ഐ ഹാവ് ഈറ്റൻ ബ്രേക്ക്ഫാസ്റ്റ്. ഐ ഹാവ് ഈറ്റൻ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കുന്നു. ദെൻ ഷീ ഹാസ് വിസിറ്റഡ് പാരീസ്. ഷീ ഹാസ് വിസിറ്റഡ് പാരീസ്. അവൾ പാരീസ് സന്ദർശിച്ചിരിക്കുന്നു. ദെൻ നെഗറ്റീവിൻ്റെ ഒരു സ്ട്രക്ചർ ആക്കാം. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് നോട്ട് പ്ലസ് V3 ഫോമാണ്. എക്സാമ്പിൾ നോക്കാം. ഐ ഹാവ് നോട്ട് ഈറ്റൻ ബ്രേക്ക്ഫാസ്റ്റ്. ഹാവിൻ്റെ അറിയാം. ഐ ഹാവ് ഈറ്റൻ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഷി ഹാസ് നോട്ട് വിസിറ്റഡ് പാരീസ്. ഹാസിൻ്റെ പറയാം. ഷി ഹാസിൻറ്റ് വിസിറ്റഡ് പാരീസ്. ഷി ഹാസ് നോട്ട് വിസിറ്റഡ് പാരീസ്. അവൾ പാരീസ് സന്ദർശിച്ചിട്ടില്ല എന്നാണ്. ദെൻ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ഉണ്ടാവില്ല, നമ്മൾ ക്വസ്റ്റ്യൻസ് പോലെ ചോദിക്കില്ല, അതിനാണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയാം. ഹാസ് അതിൻ്റെ സ്ട്രക്ചറാണ് ഹാസ് ഓർ ഹാവ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3 ഫോമാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഹാവ് യു ഈറ്റൻ ബ്രേക്ക്ഫാസ്റ്റ്. നീ പ്രാതൽ കഴിച്ചിട്ടുണ്ടോ? നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടോ എന്നാണ്. ഹാവ് യു ഈറ്റൻ ബ്രേക്ക്ഫാസ്റ്റ്. ഹാസ് ഷീ വിസിറ്റഡ് പാരീസ്. ഹാസ് ഷീ വിസിറ്റഡ് പാരീസ്. അവൾ പാരീസ് സന്ദർശിച്ചിട്ടുണ്ടോ? ദെൻ നമുക്ക് ഇതിൻ്റെ ഒരു യൂസേജസുകളൊക്കെ നോക്കാം. അൺസ്പെസിഫൈഡ് ടൈം ബിഫോർ നൗ. എൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ദേ ഹാവ് സീൻ ദാറ്റ് മൂവി. ദേ ഹാവ് സീൻ ദാറ്റ് മൂവി. അവർ ആ സിനിമ കണ്ടിരിക്കുന്നു. പിന്നെ ഓരോ എക്സ്പീരിയൻസ് പറയില്ലേ, അതിൻ്റെ ഒക്കെ ഒരു എക്സാമ്പിൾ നോക്കാം. ഐ ഹാവ് ട്രാവൽഡ് ടു ജപ്പാൻ. ഐ ഹാവ് ട്രാവൽഡ് ടു ജപ്പാൻ. ഞാൻ ജപ്പാനിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് ട്രാവൽഡ് ടു ജപ്പാൻ. ദെൻ ചേഞ്ച് ഓവർ ടൈം. ചേഞ്ച് എൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഷി ഹാസ് ബിക്കം മോർ കോൺഫിഡൻറ്റ്. ഷി ഹാസ് ബിക്കം മോർ കോൺഫിഡൻറ്റ്. ഷി ഹാസ് ബിക്കം മോർ കോൺഫിഡൻറ്റ്. അവൾ കൂടുതൽ ആത്മവിശ്വാസം നേടിയിട്ടുണ്ട്. പിന്നെ അക്കംപ്ലിഷ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവില്ല എന്ന് വെച്ചാൽ സയൻറ്റിസ്റ്റ്സ് ഹാവ് ഡിസ്കവേർഡ് എ ന്യൂ പ്ലാനറ്റ്. സയൻറ്റിസ്റ്റ് ഹാവ് ഡിസ്കവേർഡ് എ ന്യൂ പ്ലാനറ്റ്. സയൻറ്റിസ്റ്റുകൾ പുതിയൊരു ഗ്രഹം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നാണ്. പിന്നെ കണ്ടിന്യൂസ് സിറ്റുവേഷൻസിൽ ഉപയോഗിക്കേണ്ടത് ഹി ഹാസ് ലിവ്ഡ് ഹിയർ ഫോർ 10 years. ഹി ഹാസ് ലിവ്ഡ് ഹിയർ ഫോർ 10 years. അവൾ ഇവിടെ 10 വർഷമായി താമസിക്കുന്നു. ദെൻ എക്സാമ്പിൾസുകൾ നമുക്ക് നോക്കാം. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോം വർക്ക്. എൻ്റെ ഹോംവർക്ക് ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു. എങ്ങനെയാണ്? ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോം വർക്ക്. ദെൻ ദേ ഹാവ് വിസിറ്റഡ് ദ മ്യൂസിയം. ദേ ഹാവ് വിസിറ്റഡ് ദ മ്യൂസിയം. അവർ മ്യൂസിയം സന്ദർശിച്ചു. ഷി ഹാസ് വോൺ ദ കോമ്പറ്റീഷൻ. ഷി ഹാസ് വോൺ ദ കോമ്പറ്റീഷൻ. അവൾ മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നു എന്നൊക്കെ. വി ഹാവ് ബോട്ട് എ ന്യൂ കാർ. വി ഹാവ് ബോട്ട് എ ന്യൂ കാർ. ഞങ്ങൾ പുതിയൊരു കാർ വാങ്ങിയിരിക്കുന്നു. വി ഹാവ് ബോട്ട് എ ന്യൂ കാർ. ഹി ഹാസ് ലേൺഡ് ടു പ്ലേ ദ ഗിറ്റാർ. ഹി ഹാസ് ലേൺഡ് ടു പ്ലേ ദ ഗിറ്റാർ. അവൾ ഗിറ്റാർ വായിക്കാൻ പഠിച്ചിരിക്കുന്നു. നെഗറ്റീവ് എക്സാംസ് നോക്കാം. ഐ ഹാവൻറ്റ് സീൻ ദാറ്റ് മൂവി. ഐ ഹാവൻറ്റ് സീൻ ദാറ്റ് മൂവി. ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല എന്ന് എങ്ങനെ പറയാം? ഐ ഹാവൻറ്റ് സീൻ ദാറ്റ് മൂവി. ദെൻ ഷി ഹാസ് നോട്ട് കംപ്ലീറ്റ് ദ പ്രോജക്റ്റ്. ഷി ഹാസ് കംപ്ലീറ്റ് ദ പ്രോജക്റ്റ്. അവൾ പ്രോജക്റ്റ് പൂർത്തിയാക്കിയിട്ടില്ല. ദെൻ വി ഹാവ് നോട്ട് met the new teacher. We have not met the new teacher.
ഞങ്ങൾ പുതിയ അധ്യാപകനെ കണ്ടിട്ടില്ല. We haven't met the new teacher. He has not. He has not traveled abroad. He has not traveled abroad. അവൻ വിദേശത്തേക്ക് യാത്ര ചെയ്തിട്ടില്ല. They haven't received the package. They haven't received the package. അവർക്ക് പാർസൽ ലഭിച്ചിട്ടില്ല. Then examples നോക്കാം പിന്നെ. Have you finished your homework? Have you finished your homework? Have you finished your homework? നീ നിന്റെ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ടോ? Has she visited her grandparents? Has she visited her grandparents? അവൾ അവളുടെ മുത്തശ്ശിയെയും സന്ദർശിച്ചിട്ടുണ്ടോ? Have they started the meeting? Have they started the meeting? അവർ മീറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ടോ? Has he called you yet? Has she called you yet? അവൻ എന്നെ വിളിച്ചിട്ടുണ്ടോ? Have we won the match? Have we won the match? ഞങ്ങൾ മത്സരം വിജയിച്ചിട്ടുണ്ടോ? Then എക്സാമ്പിൾസ് ഒന്നും പാടം റിപ്പീറ്റ് ചെയ്ത. Have you finished your homework? Has she visited her grandparents? Have they started the meeting? Has he called you yet? Have we won the match? Have you finished your homework? Has she visited her grandparents? Have they started the meeting? Has he called you yet? Have we won the match?